ശരി, നമുക്ക് മറ്റു വാർത്തകൾ നോക്കിയാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പയ്യോളി നഗരസഭാ കൗൺസിലർ മഹിജ എളോടി 10ാം വാർഡ് മെമ്പർ ആണ് രാജിവെച്ച് RJDയിൽ ചേർന്നത്. കോൺഗ്രസ് പ്രവർത്തകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നും DCC പ്രസിഡന്റിനടക്കം പരാതി നൽകിയിട്ട് പരിഗണിച്ചില്ലെന്നും മഹിജ ആരോപിക്കുന്നു. പരാതി പറഞ്ഞതിന് ശേഷം വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് തഴഞ്ഞെന്നും മഹിജ എളോടി പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. പിന്നെ രാത്രിക്കൊക്കെ വിളിച്ചിട്ട് കള്ള് കുടിച്ചിട്ടാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അപ്പൊ അത് പയ്യോളി നേതൃത്വത്തോട് പറഞ്ഞിട്ടൊന്നും ഒരു മുഖവരക്കെടുത്തില്ല. അതിനുശേഷം ഞാൻ DCC പ്രസിഡന്റിനോട് പറഞ്ഞു, അതും ഓരോന്നും തെറ്റായ നടപടി നമുക്ക് എന്തെങ്കിലും അയാളോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യണ്ടേ. അങ്ങനെയൊന്നും ചെയ്തില്ല. അവരൊക്കെ പാർട്ടിന്റെ സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് എന്റെ പ്രയാസം കൊണ്ടാണ് കാരണം ഞാനായിരുന്നു സീനിയോറിറ്റി ആയിട്ട് കൗൺസിലർ ആയിട്ടുള്ളത്. അപ്പൊ ഒരു വൈസ് ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ എന്നെ ഒന്നും പാർട്ടി പരിഗണിച്ചില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാൻ രാജി. പയ്യോളി നഗരസഭാ കൗൺസിലറാണ് മഹിജ എളോടി. അവർക്ക് കാര്യമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. നേതാക്കളോട് പരാതിപ്പെട്ടു, പക്ഷെ കാര്യമായ പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാകാത്തതിലുള്ള ഒരു മനോവിഷമം കാരണത്തിലാകാം അവർ രാജിവെച്ചത് മനസ്സിലാക്കുന്നു. പക്ഷെ ഇതിനകത്ത് RJDയിലാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി ഇതിനകത്ത് വരണം. എന്താണ് സംഭവിച്ചത്? എന്തായാലും അവർ പറയുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ മോശം അനുഭവം ഉണ്ടായി. പക്ഷെ അത് പരാതി നൽകി, DCC പ്രസിഡന്റ് അടക്കം പരാതി നൽകി. പക്ഷെ എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് മഹിജയുടെ ഒരു പരാതി. ദൃശ്യ പുതിയടുത്ത വിശദാംശങ്ങളുമായി. ദൃശ്യ, ഈ മഹിജ എളോടിയുടെ പരാതിയുടെ സ്വഭാവം എന്താണ്? അവർക്ക് കാര്യമായൊരു ദുരനുഭവം ഒരു പ്രവർത്തകനിൽ നിന്നുണ്ടാകുന്നു. അതവർ നേതൃത്വത്തിന് പരാതിപ്പെടുന്നു. പക്ഷേ നേതൃത്വം വേണ്ട രീതിയിൽ അത് പരിഗണിച്ചില്ല, ഗൗനിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? സൈഫു, ഈ പയ്യോളി നഗരസഭ 10ാം ഡിവിഷനിലെ കൗൺസിലറാണ് ഈ പറയുന്ന മഹിജ. ഇവർ നിരന്തരമായി ഒരു കോൺഗ്രസ് പ്രവർത്തകനിൽ നിന്ന് നിരന്തരമായി ഫോൺ വിളിച്ചൊക്കെ ശല്യം നേരിടേണ്ടി വരുന്നു. മദ്യപിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇയാളിൽ നിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന സമയത്താണ്, രാത്രിയിലൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇവർ ഈ പയ്യോളിയിലെ നേതൃത്വത്തെ പരാതി അറിയിക്കുന്നത്. എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ലാതായതോടെ ഇവർ DCC പ്രസിഡന്റിനെ സമീപിക്കുന്നു. എന്നാൽ ഈ ഒരു വിശദീകരണം പോലും ഇയാളോട് ചോദിക്കാൻ തയ്യാറായില്ല. നേതൃത്വത്തിൽ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നതടക്കമുള്ള പരാതികളാണ് മഹിജ ഉന്നയിക്കുന്നത്. ഇതോടെയാണ് ഇവർ കോൺഗ്രസിൽ നിന്ന് ഈ രാജിവെച്ച് പുറത്തു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. DCC പ്രസിഡന്റിനടക്കം പരാതി ഉന്നയിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനവുമായി ആവാതായതോടെ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയായിരുന്നു. നമ്മൾ ഇന്നലെ മഹിജയോട് സംസാരിച്ചിരുന്നു. പല ആവർത്തി ഇവർ ഈ പരാതി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു തവണ പോലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ താൻ ഈ പാർട്ടിയുടെ മുതിർന്ന അല്ലെങ്കിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പോലും തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ പാർട്ടി തനിക്കൊപ്പം നിന്നില്ല എന്നുള്ള പരാതി അടക്കം മഹിജ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം പല തിരഞ്ഞെടുപ്പുകൾ വന്നിട്ടും അതിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്ന അവസ്ഥയും ഉണ്ടായെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഈ വൈസ് ചെയർപേഴ്സന്റെ ഒക്കെ തിരഞ്ഞെടുപ്പ് വന്നിരുന്നു. തനിക്ക് ഈ അർഹത ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ തന്നെ അതിൽ നിന്നൊക്കെ ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് നേതൃത്വം പോയത് എന്നതിലടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഈ പരാതി, അതായത് തന്നോട് ഈ ഫോൺ വിളിച്ച് മോശമായി സംസാരിച്ച അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ഇയാൾ നേതൃത്വത്തിന് അതായത് നേതാക്കൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്, സ്ഥാനങ്ങളിൽ ഇരുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തനിക്ക് തന്നോട് ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായിട്ട് പോലും നേതൃത്വം ഇടപെടാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഈ രാജിവെച്ച് ഇപ്പോൾ RJDയിലേക്കാണ് പോയിരിക്കുന്നത്. ഈ കോൺഗ്രസിൽ നിന്നും ഇവർ രാജിവെച്ചത് സ്വമേധ അറിയിക്കുകയായിരുന്നു. സൈഫു, ദിവ്യ. ശരി, അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു മഹിജ എളോടിക്ക് പറയാനുള്ളത് അവർ പറയുന്നു, അവർ രാജിവെക്കുന്നു. ഇനിയിപ്പോൾ നേതൃത്വത്തിന് എന്ത് പറയാനുണ്ടെന്ന് കൂടി കാണണം.